നമസ്കാരം. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർക്ക് നോട്ടീസ് അയച്ച് ഇ ഡി. ഇതിൽ ഫെമാലംഘനം നടന്നു ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നോട്ടീസ് അയച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി കൂടാതെ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാം എന്നിവർക്കും ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതിന് പ്രതിനിധി വഴിയോ നേരിട്ടോ ഇവർക്ക് ഇ ഡിക്ക് മുന്നിൽ വിശദീകരണം നൽകാം എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വളരെ നാളുകളായി തന്നെ ഈ ഒരു ആരോപണം നിലനിന്നിരുന്നു. കിഫ്ബിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ അന്ന് സംശയാസ്പദമായിരുന്നു. കിഫ്ബിയുടെ പണം അടിസ്ഥാന വികസന സൗകര്യത്തിനായി ഉപയോഗിക്കുന്നത് ശരിയായ നടപടിയല്ല എന്ന് നേരത്തെയും പരാതി ഉയർന്നിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇ ഡി ഇത്തരത്തിലുള്ള ഒരു കർശന നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. 3 വർഷം നീണ്ടുന്ന അന്വേഷണത്തിനൊടുവിലാണ് ഇ ഡി ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അവർ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുകയും തന്നെ ചെയ്തത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ലണ്ടനിൽ എത്തി അവിടെ വെച്ചാണ് ഈ മസാല ബോണ്ടിൻ്റെ പ്രഖ്യാപനം നടത്തിയത്. അന്നു മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ഇവിടുത്തെ വിവിധ പ്രസ്ഥാനങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ കൃത്യമായ മറുപടി അന്ന് ധനകാര്യമന്ത്രിയായിരുന്നു ഡോക്ടർ തോമസ് ഐസക്കോ മുഖ്യമന്ത്രിയോ നൽകിയിരുന്നില്ല. കിഫ്ബിയുടെ പണം ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല എന്നുള്ള പൊതുവായ ഒരു വസ്തുത പ്രതിപക്ഷവും ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഇതിനൊന്നും തന്നെ കൃത്യമായ മറുപടി പറയാതെ തങ്ങളുടെ ഈ നടപടികളുമായി അന്ന് അവർ മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തത്. 2019 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടിയാണ് കിഫ്ബി വഴി സമാഹരിച്ചത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കിഫ്ബി ബോർഡ് യോഗത്തിലാണ് മസാല ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച അന്വേഷണത്തിൻ്റെ ഭാഗമായി ഡോക്ടർ തോമസ് ഐസക്കിന് നേരത്തെ ഇ ഡി സമൻസ് അയച്ചിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ സാവകാശമാണ് നടപടികൾ നടന്നത് എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അവർ പറയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ നേരത്തെയും ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളിൽ ഇ ഡി അന്വേഷണം നടത്തിയിരുന്നു എങ്കിൽ പോലും അതൊന്നും തന്നെ ഫലപ്രാപ്തിയിലെത്തിയില്ല എന്നാണ്. അതുപോലെ തന്നെ ഈ കേസും അത്തരത്തിൽ തേഞ്ഞുമാഞ്ഞു പോകും എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ LDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തോതിൽ തിരിച്ചടിയായില്ലെങ്കിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇതും പ്രതിഫലിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല.